ഇനി ചിലരുണ്ട് ഹോൾസെയിൽ കുമ്പസാരം നടത്തുന്നവരും. കുമ്പസാരക്കൂട്ടിൽ ഹോൾസെയിലും റീറ്റെയിലും കച്ചവടമുണ്ട് കേട്ടോ. അത് ഞാൻ അച്ഛനായ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛാ, ഞാൻ എല്ലാ കൽപ്പനകളും ലംഘിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കൽപ്പനയും ലംഘിച്ചിട്ടുണ്ട്. ഹോൾസെയിൽ കുമ്പസാരം എന്തുകൊണ്ട് ഹോൾസെയിൽ കുമ്പസാരം അനുവദിക്കുന്നില്ല? അതായത് പാപങ്ങൾ ഏറ്റുപറയുന്നിടത്ത് ഒരു എളിമയുണ്ട്. ഓരോ പാപങ്ങളും നിങ്ങൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരക്കൂട്ടി ഒന്ന് പറയണേ. അത് പറയാനായിട്ട് ഒരു എളിമ, തലക്കനമുള്ളവൻ മറച്ചു വയ്ക്കും, മനസ്സിൽ എളിമയുള്ളവൻ തുറന്നു പറയും. അപ്പോൾ കുമ്പസാരക്കൂട്ടി തുറന്നു പറയാനുണ്ടെങ്കിൽ എളിമയുണ്ടെന്നുള്ള അർത്ഥം. വന്നിട്ട് എല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ അച്ഛൻ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലോ. അച്ഛന് ഇഷ്ടമുള്ളത് പൂരിപ്പിച്ചിട്ട് അച്ഛൻ തീരുമാനിച്ചു. അങ്ങനത്തെ പരിപാടിയില്ല. കുമ്പസാരക്കൂട്ടിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ എടുക്കത്തില്ല പാപങ്ങൾ. ചിലർ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്നിടുന്ന പാപങ്ങളുടെ പരിപാടി കുമ്പസാരക്കൂട്ടിൽ വേണ്ട. അച്ഛൻ എന്തായാലും പാവം, വേറെ പണിയൊന്നും കഷ്ടപ്പെട്ട് വന്ന് കുമ്പസാരക്കൂട്ടിൽ ഇരുന്നാലേ, എങ്കിൽ പിന്നെ കുറച്ച് കയ്യിൽ നിന്നിട്ടെന്ന് പറഞ്ഞേക്കാം. ഈ കയ്യിൽ നിന്നൊന്നും വിടണ്ട, ഉള്ളതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കയ്യിൽ നിന്നൊന്നും വിടാൻ നിൽക്കണ്ട. കയ്യിലിരിപ്പ് കുറേ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ മതി. കയ്യിൽ നിന്നൊന്നും വിടാൻ നിൽക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കുമ്പസാരക്കൂട്ടിൽ താരാട്ട് പാടും. ഞാൻ അച്ഛനായ ശേഷം ഞാൻ ഇതൊക്കെ പഠിച്ചതാണ്. താരാട്ട്, അതായത് ഈ രസം കേട്ടോ. അതായത് ഡീക്കനൊക്കെ അച്ഛനായി കഴിയുമ്പോൾ ഡീക്കനത് മനസ്സിലാവും. അതായത് ഈ കനം കുറഞ്ഞ സാധനങ്ങൾ നല്ല ഉറക്കം പറയും. ഇത്തിരി കട്ടി കൂടിയ സാധനങ്ങൾ ഇങ്ങനെ നൈസായിട്ടങ്ങ് പോകും. അതായത് ചില സാധനങ്ങളിൽ അത് ഇത്തിരി നമുക്ക് കനമുള്ള തോന്നിക്കഴിഞ്ഞാലേ അവിടെ ഇവിടെ തൊടാതെ ഒറ്റ പോക്കുണ്ട്. ഈ ചില മൂളിപ്പാട്ട് പാടുന്ന പോലത്തെ ഒരു പരിപാടി. ഹല്ലേലൂയ. മിണ്ടണില്ലല്ലോ. മൂളിപ്പാട്ട് പാടുന്നതുകൊണ്ടാണോ വേണ്ടാത്തത്? കുമ്പസാരക്കൂട്ടി മൂളലും പാടലും മൂളിപ്പാട്ടൊന്നുമില്ല കേട്ടോ. അച്ഛനെ കേൾക്കാൻ പാകത്തിന് പറയണം. നിങ്ങൾ നാട്ടുകാർ കേൾക്കാൻ പാകത്തിന് ഉറക്കം പറയണമെന്നൊന്നും പറയണില്ല. അച്ഛനെ കേൾക്കും. ചിലയിടത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പാവം ഈ പ്രായമായ അച്ഛന്മാരുടെ അവിടെ നല്ല ക്യൂ ആണ്. കാരണം അതുങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. അവിടെ ചെന്ന് കുമ്പസാരിക്ക് എന്ത് ക്യൂ എന്നറിയാം. ധ്യാനകേന്ദ്രത്തേക്ക് ചെന്ന് നോക്കണം. പ്രായ അച്ഛന്മാർക്ക് മാർക്കറ്റ് വാല്യൂ ഭയങ്കര കൂടുതലാണ്. കാരണം അവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. ദുഷ്ടത്തരമാണ് കേട്ടോ ചെയ്യുന്നത്. പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.